പാടിയൊട്ടിച്ചാൽ YMCA പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് YMCA ദേശീയ എക്സിക്യൂട്ടീവ് അംഗം മത്തായി വീട്ടിയാങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യു കല്ലിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ ഒരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മ, അപ്പം മുറിക്കൽ, സ്നേഹവിരുന്ന്, പ്രാർത്ഥന, ഇതെല്ലാം ആദിമ ക്രൈസ്തവ ശിഷ്യന്മാരുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരായിരിക്കുന്നവരും ഈശോയുടെ വഴിയെ നടക്കുന്നവരുമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് YMCA എന്ന സംഘടനയിലൂടെ, അത് നമ്മുടെ കത്തോലിക്ക സഭയിലൂടെ ചേർന്ന്, നമ്മൾ ഇടവകയോട് ചേർന്ന് ഒക്കെയുള്ള നിങ്ങളുടെ ഈ കൂട്ടായ്മയും, ഈ സ്നേഹ കൂട്ടായ്മയും കുടുംബ കൂട്ടായ്മകളും, അത് ഒത്തിരിയേറെ ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ലക്ഷണം കൂട്ടായ്മ, അതിൻ്റെ ഒരു പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അത് ആദിമ അപ്പസ്തോലന്മാരുടെ പ്രത്യേകതയാണ്, അവരുടെ കൂട്ടായ്മയുടെ പ്രത്യേകത. അപ്പം നമ്മളെല്ലാവരും ഈശോയുടെ നല്ല ശിഷ്യന്മാരാണെന്ന് ഈ ചെറിയ നല്ല ഒരു സ്നേഹ കൂട്ടായ്മയിലൂടെ നമ്മൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുന്നു. YMCA സബ് റീജിയണൽ ചെയർമാൻ ബെന്നി ജോൺ പുതിയ ഭാരവാഹികളെ ഇൻസ്റ്റാൾ ചെയ്തു. കഠിനാധ്വാനം ചെയ്യുവാനും യേശു മൂലം ഞങ്ങൾക്ക് തുണയാകണം. വിശുദ്ധ വേദപുസ്തക പ്രമാണ പ്രകാരം യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ജീവിതത്തിലും തൻ്റെ ശിഷ്യനായിരിക്കാനും ഇതേ താല്പര്യമുള്ള മറ്റുള്ളവരോട് കൂടെ സഹകരിച്ച് യുവജനങ്ങളുടെ ഇടയിൽ തിരുരാജ്യ വർദ്ധനവിനായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് YMCA പാടിയൊട്ടിയാലിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും മക്കളുടെ മേൽ അവിടുത്തെ ആശീർവാദങ്ങളായിരിക്കണമേ. അവിടുത്തെ വേലക്കായി ഇവരെ വിളിച്ചിരിക്കുന്നുണ്ട്. കൈതാർത്തി ഗ്രാമങ്ങളിലുള്ളവരെല്ലാവരും നഗരങ്ങളിലേക്ക് കുടിയേറിപ്പേർത്ത് വലിയ നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കും, വലിയ ധനം സമ്പാദിക്കാം എന്നൊക്കെയുള്ള ചിന്തകളോടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യുവജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു സുഖജീവിതം അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് പലരും നിരാശരായി മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റും അടിമകളായി തീർന്ന ഒരു കാലഘട്ടത്തിൽ ജോർജ് വില്യംസ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 ആളുകളുമായി ഒരു റൂമില്, ഒരു മുറിയില്, ഒരു പ്രാർത്ഥനാ മുറിയില് ഒന്നിച്ചു കൂടുകയും ആ കാലഘട്ടത്തിൽ അന്നത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ യുവജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, അവരനുഭവിക്കുന്ന വിഷമതകൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും അവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ശക്തി ഉപയോഗിച്ചാണ് അവർ YMCA എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്. അത് ഇന്ന് 180 വർഷങ്ങളിലൂടെ പിന്നിട്ടിരിക്കുകയാണ്. 180 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇന്ന് എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഷാജി ജോസഫ്, ജെ സെബാസ്റ്റ്യൻ, ടിൻഡു ബിജി, ജിജി ചാക്കോ, ബിനു ജാതികുളം എന്നിവർ സംസാരിച്ചു. ജോസ് പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാടിയൊട്ടിച്ചാൽ. ചിലമ്പിൽ ഹോം ഡെക്കർ, പാടിയൊട്ടിച്ചാൽ. കലക്കൻ വിലയിൽ തകർപ്പൻ മൺസൂൺ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. 22,000 രൂപ വില വരുന്ന 2 ഡോർ അലമാര, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ കോട്ട് ബെഡ് ഇപ്പോൾ 14,500 രൂപയ്ക്ക് ലഭ്യമാണ്. 45,000 രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും 24,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 23,000 രൂപ വില വരുന്ന കോർണർ സോഫ ഇപ്പോൾ വെറും 14,900 രൂപയ്ക്ക് ലഭ്യമാണ്. 40,000 രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ ഇപ്പോൾ 28,900 രൂപയ്ക്ക് ലഭ്യമാണ്. ഓരോ ആഴ്ചയിലും 10,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനം ലഭിക്കുന്നു. അഡ്വാൻസ് ബുക്കിംഗും ഈസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഇനി ഒട്ടും വൈകേണ്ട. ഇന്ന് തന്നെ സന്ദർശിക്കൂ. ചിലമ്പിൽ ഹോം ഡെക്കർ, മേലെ ബസ് സ്റ്റോപ്പിന് എതിർവശം, പാടിയൊട്ടിച്ചാൽ. More details please contact 7907 575 415. Other number 9544 137 511.